ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു സൈക്കോളജിക്കൽ ഹൊറർ ഗെയിമാണ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് സെപ്റ്റംബർ 1999. നിങ്ങൾ ഈ ഗെയിം ഇതിനു മുമ്പ് കേൾക്കാത്തൊരു ഗെയിമായിരിക്കും. ഞാൻ ഈ ഗെയിം കയറ്റിയത് റെഡോ ഗെയിംസ് എന്ന് പറഞ്ഞ ഒരു ക്രോമിലെ വെബ്സൈറ്റിൽ നിന്നാണ്. ഈ ഗെയിമിനെ പറ്റിയുള്ള കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ടെറിഫയിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഈ ഒരു ഗെയിമിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയോ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വിഷ്വൽസോ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ ഇതിലെ അറ്റ്മോസ്ഫിയർ കാരണം തന്നെ നമ്മൾ പേടിച്ചു പോകുന്നതായിരിക്കും. ഈ ഗെയിമിലെ വിഷ്വൽസ് നമുക്ക് കാണിക്കുന്നത് ലേറ്റ് 90s എന്ന് പറഞ്ഞ ഒരു ക്യാമറ റെക്കോർഡറിലൂടെയാണ് നമ്മൾ കാണിക്കുന്ന പോലെയാണ് ഇതിലെ പോയിൻ്റ് ഓഫ് വ്യൂസ്. പക്ഷേ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് വോയിസസും ഈ നോയ്സസുമാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത്. ഞാൻ എന്തായാലും പറഞ്ഞ സമയങ്ങളിൽ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. ഗായ്സ്, എനിക്ക് പിന്നെ നിങ്ങളോടായിട്ട് പറയാനുള്ളത്, ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ കുറേ സമയത്തൊന്നും ഞാൻ ഈ ഗെയിമിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായില്ല. പക്ഷേ നിങ്ങൾക്ക് എങ്ങാനും ഈ ഗെയിം കണ്ട് പേടിയാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ അവസാനിക്കുക ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവസാനം വരെ കണ്ടിരിക്കുക ഗൈസ്. കാരണം ഈ ഒരു ഗെയിം അത്യാവശ്യം നമ്മളെ സൈക്കോളജിക്കലായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു ഗെയിമായിരിക്കും. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വലിയ കാര്യം മനസ്സിലാവത്തില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഒരു സ്ട്രേഞ്ചർ, ഏതോ ഒരു പ്രോട്ടോഗണിസ്റ്റാണ്. നമ്മളൊരു അത്യാവശ്യം ബിയറൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മുടെ റൂമിലിപ്പോൾ ഉറങ്ങിപ്പോൾ എണീറ്റത്തേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഡോറുണ്ട്, നമ്മുടെ മെയിൻ റൂമിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ മൊത്തം നമ്മളൊരു ഡ്രഗ് അഡിക്റ്റാന്ന് തോന്നുന്നു ഈ ഗെയിമിൽ. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഇത് കാണുമ്പോൾ എനിക്ക് എന്തോ ചെറുതായിട്ട് എന്തോ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ക്ലൂ നമുക്ക് എടുക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഈ സൗണ്ട് എനിക്ക് അങ്ങോട്ട് പിടിച്ചു വരുന്നില്ല. ഇവിടെ എന്തോ ഒരു വീടായിട്ടുള്ളൊരു റൂമാണിത്. ഇതിലെ പിക്ചേഴ്സ് തന്നെ കണ്ടോ ഗൈസ്? ഇവിടുത്തെ പിക്ചേഴ്സ് തന്നെ എന്തോ പോലെ ഉണ്ട് ഗൈസ്. താഴെ ഡേറ്റും അതല്ലാതെ തന്നെ ടൈമും കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 1999, പിന്നെ 19 ആണ് ഇന്നത്തെ ദിവസം. ഈ ഒരു സെപ്റ്റംബർ 1999 എന്തോ പർട്ടിക്കുലറായിട്ടുള്ള കാര്യം ഇവരെന്തോ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ദിവസം എന്തോ നടന്നിട്ടുണ്ടാവണം. അതായിരിക്കും ഇതേ ഡേറ്റ് ഇപ്പോൾ നമ്മുടെ ക്യാമറയിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടൈം ഏകദേശം 1:15 ആണ്. AM ആണോ PM ആണോ എന്നറിയില്ല. മിക്കവാറും AM ആവാൻ സാധ്യത. കാരണം ഈ വിൻഡോസിലൂടെ പോയി കഴിഞ്ഞാൽ ഡാർക്കായിട്ട് കാണിച്ചിരിക്കണത്. ഗൈസ്, നമുക്കൊന്നുകൂടെ റൂമിലേക്ക് ഒന്ന് കയറി നോക്കണം. ഗൈസ്, നമ്മുടെ റൂമിൽ എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ബിയറിൻ്റെ നമ്പർ കൂടിയുണ്ട്. ഗൈസ്, നമ്മുടെ ആൾ പറയുന്നത് കറണ്ട് പോയിട്ടുണ്ടെന്നാ. അതെ, കറണ്ട് പോയിട്ടുണ്ട് ഗൈസ്. പോലീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ ഈ ഒരു നാട്ടിലെന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് പോകാൻ കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതാണ് ഈ നാട്ടിൽ. ഗൈസ്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നാമത് ഫുൾ ഇരുട്ടും. ഞാൻ ആകെ കൂടെ പേടിയാവുന്നുണ്ട് കളിക്കുമ്പോൾ. ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിലെന്തോ നമ്മുടെ റൂം ആകെ മൊത്തം അലങ്കോലമായി കിടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്തോ ആരോ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ. നമ്മൾ തന്നെയാണോ അതോ? ഗൈസ്, എന്തോ കുഴപ്പമുണ്ട്. ഇതേ നമ്മുടെ ബെഡിൽ ആരോ വന്ന് കിടക്കുന്നുണ്ട്. ഇത് ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ പുതപ്പ് ഇത് മനുഷ്യനാണ് ഗൈസ്, വേറെ ഏത് വ്യക്തിയാണ് ഇവിടെ കിടക്കുന്നത് ഗൈസ്. ഈ പുള്ളിക്കാകെ പേടിയാവുന്നുണ്ട്. അയാൾ കരച്ചിലൂടെ മനസ്സിലാവാം. ഗൈസ്, എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല. മൊത്തം ബ്ലഡും എന്തോ ക്രൂരമായിട്ടാണ് നടന്നിട്ടുണ്ട് വീട്ടിൽ. ഇതിലെ ഈ കാണുമ്പോഴല്ല ഗൈസ്, ഇതിലെ സൗണ്ട് കേൾക്കുമ്പോഴാണ് എനിക്ക് അങ്ങോട്ട് പേടിയാവുന്നത്. ഞാൻ എന്തായാലും കൂടുതൽ സംസാരിക്കാം, നിങ്ങൾ തന്നെ കേൾക്കാതെ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പീസ്ഫുൾ സൗണ്ടും. ഇവിടെ നോക്കുകയാണെങ്കിൽ മൊത്തം ചോരയും ആൾക്കാരെ വെട്ടിക്കൂട്ടിയിട്ടേക്കാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇച്ചിരി ബെഡിൽ കിടന്ന വ്യക്തിനെ തുണ്ടാക്കിയിട്ടിട്ടുണ്ട്, വെട്ടി മുറിച്ചിട്ടേക്കാണ്. സോറി ഗൈസ്, ഇത് സെൻസേർഡാണ്. അതുകൊണ്ട് എനിക്ക് ബ്ലറാക്കിയേ പറ്റുള്ളൂ. മൊത്തം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പണി കിട്ടും. എനിക്ക് പറയാനുള്ളത് മൊത്തം ബ്ലഡ് മാത്രമേ ഉള്ളൂ. അടുത്ത ക്ലിപ്പ് തന്നെ വരെ വെയിറ്റ് ചെയ്യണം. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം ബ്ലഡാണ്.
ഗായ്സ് നെക്സ്റ്റ് ക്ലിപ്പിൽ നമ്മളിവിടെ ഉള്ളത് കട്ടിലിൻ്റെ അടിയിലാണ്. മിക്കവാറും ആരെങ്കിലും ഈ റൂമിലേക്ക് കയറാൻ ചാൻസ് ഉണ്ടാവണം. ഗായ്സ് ഗേറ്റ് തുറക്കുന്ന സൗണ്ട് ഉണ്ട്, അപ്പോൾ ആരോ അകത്തേക്ക് കയറുന്നുണ്ട്. അത് പേടിച്ച് തന്നെയാണ് നമ്മൾ അകത്തിരിക്കുന്നത്. പോലീസാണോ അതോ എന്തെങ്കിലും ക്രിമിനലാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഗായ്സ് അതൊരു ക്രിമിനലാണ്. അവൻ്റെ കയ്യിലൊരു മരം വെട്ട് മെഷീനുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നെയ്ബറിനെയൊക്കെ അവൻ വെട്ടിക്കൊല്ലായിരിക്കും. നമ്മുടെ അകത്തേക്കും കയറി വരുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്താ നടക്കണത്. ഗായ്സ് നമ്മുടെ ആ ഗെയിം അവിടെ വെച്ച് എൻഡായി. ആ ഗെയിം അത്രേ ഉണ്ടായുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ 1999 ആ ഒരു വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാവണം. നമ്മുടെ ആ ഒരു ബെഡിനകത്തൊരു വ്യക്തി കിടക്കുന്നുണ്ടായി. നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ക്ലിപ്പിനകത്ത് കാണിച്ചത് ഈ പുള്ളി കിടന്ന് കരയുന്നതാണ്. നോക്കുമ്പോൾ അയാളുടെ കയ്യിലും ശരീരത്തും മൊത്തം ചോരയും, ഫ്ലോറിലും ചോരയും. അയാൾ ചെന്ന് ആ റൂമിലേക്ക് തുറന്നു നോക്കിയപ്പോൾ ആ പുള്ളിനെ വെട്ടി തുണ്ടാക്കിയിട്ടേക്കായിരുന്നു. അയാളെന്തിനാ കൊല്ലാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവസാനം ഒരു ഈ ഒരു ചെയിൻ കട്ടർ വെച്ചിട്ട് ഒരു പുള്ളി വീടിൻ്റെ അകത്തേക്ക് കയറി എന്നെ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഗെയിം എൻഡായി. ഗായ്സ് ഈ ഒരു ഗെയിമിന് വേണ്ടി ഞാൻ കുറേ ടൈം ഞാൻ റീസെർച്ച് ചെയ്തിട്ടുണ്ടായി. ഈ വീഡിയോ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് വീടിൻ്റെ വാർക്ക് മോഡിൽ നൈറ്റിലാണ്. ഈ സാധനം റീസെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിട്ടുണ്ടായി. ഞാൻ അതുകൊണ്ട് വീടിന് താഴേക്ക് വന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഗെയിമിൽ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി, നമ്മുടെ ഈ പ്രോട്ടോഗോണിസ്റ്റ് ഒരു മെൻ്റലി ബാധിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. അത് ഗെയിമിന് തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ഗെയിം കളിക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്യക്തിക്ക് മെൻ്റലി എന്തോ ബ്രേക്ക് ഡൗൺ ഉണ്ട്. അയാൾ കണ്ട ഒരു വ്യക്തിനെ അയാൾ കൊന്നു. ആ ഒരു റിഗ്രറ്റിന് വേണ്ടി അയാൾ കരഞ്ഞുകൊണ്ടിരുന്നത് ഇത്ര നേരം. അപ്പോൾ കരഞ്ഞ ബ്ലഡും ഇതൊക്കെ വന്നപ്പോഴേക്കും പക്ഷെ അവസാനം ഒരു വ്യക്തി ചെയിൻസോ ബ്ലേഡായിട്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ പോലീസാവാം, ചിലപ്പോൾ അയാളുടെ മരണം എടുത്തു എന്നുള്ളൊരു സൂചന ആയിരിക്കാം. എന്തായാലും ഗെയിം ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് ശരിക്കും പറഞ്ഞിട്ടില്ല. ഇത് കുറേ വർഷങ്ങളായി ഇറങ്ങിയിട്ട്. ആ ഒരു സെപ്റ്റംബർ 1999 ഗെയിമിൽ എന്താ സംഭവിച്ചതെന്ന് ഗെയിം നമ്മളായിട്ട് ഡയറക്റ്റായിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മളത് ഇമാജിൻ ചെയ്തുണ്ടാക്കണം. ഏതായാലും ഈ ഗെയിമിൽ അറ്റ്മോസ്ഫിയർ വളരെ അത്യാവശ്യം കിടിലമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.